ജപമാലയിലെ 4-ാമത്തെ അപദാനം മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. യേശു മിശിഹായാണ്. മിശിഹ എന്ന വാക്കിനർത്ഥം അഭിഷിക്തൻ എന്നാണ്. പഴയ നിയമത്തിൽ മെസ്സിയ എന്ന് ഹീബ്രുവിലും ക്രിസ്തോസ് എന്ന് ഗ്രീക്കിലും പറയും. ദി അനോയിൻറ്റഡ് വൺ, അഭിഷിക്തൻ. സാധാരണഗതിയിൽ പുരോഹിതന്മാരെയും രാജാക്കന്മാരെയുമാണ് അഭിഷേകം ചെയ്തിരുന്നത്. യേശു അഭിഷിക്തനാണ് അല്ലെങ്കിൽ മിശിഹായാണ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഒരേ സമയം മുഖ്യ പുരോഹിതനും രാജാവുമാണ് എന്നാണ് അർത്ഥം. മിശിഹ വലിയൊരു പ്രതീക്ഷയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം മുഴുവനും കാത്തിരുന്നത് മിശിഹായ്ക്ക് വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആദ്യത്തെ സുവിശേഷം എന്ന് പറയുന്ന പ്രോട്ടോ എവാങ്കേലിയോൺ, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും എന്നുള്ള ദൈവത്തിൻ്റെ തന്നെ പ്രഘോഷണം. ആ തല തകർക്കുന്ന രക്ഷകൻ്റെ അമ്മ പരിശുദ്ധ മറിയവും ആ രക്ഷകൻ യേശു ക്രിസ്തുവുമാണ്. അന്നു മുതൽ വരാനിരിക്കുന്ന രക്ഷകൻ മിശിഹായായി അഭിഷിക്തനായി കടന്നു വരും എന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചു. അത് പ്രവാചകന്മാരിലൂടെ പലപ്പോഴായിട്ട് ആവർത്തിക്കുകയും ചെയ്തു. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നുണ്ട്, നിൻ്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തും. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതുവഴി നാഥാൻ പറയുന്നു, നിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും എന്ന്. അതുകൊണ്ട് ഇസ്രായേൽ ജനം എപ്പോഴും വിശ്വസിച്ചത് വരാനിരിക്കുന്ന രക്ഷകനിലൂടെ എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് ലഭിക്കും എന്നാണ്. എല്ലാ ആധിപത്യങ്ങളും അവസാനിക്കുമെന്നാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആധിപത്യത്തിൽ നിന്ന് സകല ജനത്തെയും മോചിപ്പിച്ച ലിബറേറ്ററാണ്, അല്ലെങ്കിൽ എല്ലാവരെയും വീണ്ടെടുത്തവനാണ് യേശു ക്രിസ്തു. പരിശുദ്ധ മറിയം ആ യേശു ക്രിസ്തുവിൻ്റെ അമ്മയാണ്. യേശു തന്നെ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. അതുകൊണ്ട് യേശു ക്രിസ്തു മിശിഹായാണ് എന്ന് പറയുമ്പോൾ, രാജാവാണ് എന്ന് പറയുമ്പോൾ, അത് ഈ ലോകത്തിൻ്റെ രാജാവ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ്. അവൻ പുരോഹിതനായതുകൊണ്ട് എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് തന്നെ ബലിയർപ്പിക്കുകയും ചെയ്തു. യേശു മിശിഹായാണ് എന്ന് പറയുമ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നു. ആ മിശിഹായുടെ മാതാവ് പരിശുദ്ധ മറിയമാണ് എന്ന് പറയുമ്പോൾ ആ രക്ഷകൻ്റെ അഭിഷിക്തൻ്റെ അമ്മ എന്ന പേരിൽ മറിയത്തെ നമ്മൾ ആദരിക്കുന്നു.